മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വിജയമാണ് ബിജെപി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം നേടിയത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം. അന്നു മുതൽ തന്നെ ഇവിഎം അട്ടിമറി ക്രമക്കേടും ഇലക്ഷനിലെ മറ്റ് രീതിയിലുള്ള ക്രമക്കേടും ഒക്കെ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ വൻതോതിലുള്ള അട്ടിമറിയാണ് ബിജെപി നടത്തിയത് എന്ന ആരോപണം ശക്തിയുക്തം തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആകെ വോട്ടർമാരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്യപ്പെട്ടു. ഇതെങ്ങനെ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. നഗ്നമായ ജനാധിപത്യ ധ്വംസനമാണ് അത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നഗ്നമായ ജനാധിപത്യ ധ്വംസനം. മഹാരാഷ്ട്രയിൽ ആകെ വോട്ടുള്ളവരുടെ എണ്ണം 9.54 കോടിയാണ്. പക്ഷേ 9.7 കോടി പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തി. ഇതാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടത്. മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ നേതാക്കളുമൊത്താണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത്. മാത്രമല്ല, അന്തിമ വോട്ടർ പട്ടിക അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഞാണിന്മേൽ കളിയായി മാറിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇവിഎം അട്ടിമറി, വോട്ടർമാരുടെ പേര് ചേർക്കലിലുള്ള അട്ടിമറി, കള്ള വോട്ട് തുടങ്ങിയവയൊക്കെ മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നു എന്നത് വ്യക്തം. അല്ലെങ്കിൽ 9.54 കോടി വോട്ടർമാരുള്ള മഹാരാഷ്ട്രയിൽ 9.7 കോടി പേർ എങ്ങനെ വോട്ട് രേഖപ്പെടുത്തി എന്ന ചോദ്യം ബാക്കിയാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് സമാധാനം പറയണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമാധാനം പറയാൻ ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കണക്കുകൾ നിരത്തി രാഹുൽ ഗാന്ധി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും വിസ്മയമായിരുന്നു. ഇതിനു മുമ്പ് ഹരിയാനയിൽ ബിജെപി നേടിയ വിജയവും ശ്രദ്ധേയമാണ്. അവിടെയും കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലാകട്ടെ വ്യക്തമായ കള്ളക്കളി തന്നെയാണ് നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 9.54 കോടി വോട്ടർമാരുള്ള മഹാരാഷ്ട്രയിൽ 9.7 കോടി പേർ എങ്ങനെ വോട്ട് രേഖപ്പെടുത്തി എന്ന ചോദ്യം വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബിജെപിയുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബിജെപി എന്ത് പറയുന്നോ അത് ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ രീതിയും രീതിശാസ്ത്രവും. എന്തായാലും രാഹുൽ ഗാന്ധി കൃത്യമായി സ്കോർ ചെയ്തിരിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മഹായുതി സഖ്യം തകർന്നടിഞ്ഞ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു വിജയം നേടി എന്ന ചോദ്യം ബാക്കിയാകുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മഹായുതി സഖ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇപ്പോൾ മോദിയുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു കണക്കുകൾ രാഹുൽ ഗാന്ധി നിരത്തിയിരിക്കുന്നത്. മാത്രമല്ല, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദു ചെയ്യാനുള്ള സാധ്യതകൾ തേടുകയാണ് മഹാവികാസ് അഘാഡി സഖ്യം.